റമദാൻ മാസം തുടങ്ങാറായില്ലേ? നിങ്ങൾക്ക് നല്ല ഒരു മതപണ്ഡിതന്റെ പണ്ഡിതയുടെ പണ്ഡി ആ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ തരാം. അതായത് കുറച്ച് നിബന്ധനകൾ, കുറച്ച് ഉപദേശങ്ങളൊക്കെയാണ്. ഒന്ന് കേട്ട് നോക്കിട്ടാ. നോമ്പ് തുടങ്ങുമ്പോ ജാസ് ഇപ്പൊ ഉള്ള സ്വഭാവത്തിൽ നിന്ന് നോമ്പ് തുടങ്ങിയാൽ മാറ്റാൻ പോകുന്ന സ്വഭാവം എന്തായിരിക്കും? ഞാനോ പൊട്ടിടില്ല, ഇതൊന്നും എടുത്തില്ല, പിന്നെ ഔറത്ത് കാണിച്ച് നടക്കത്തില്ല. കാരണം നോമ്പ് കാലത്ത് മാത്രമാണ് ഔറത്ത് മറക്കാതെ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പബ്ലിക്കലി ഒരുപാട് അങ്ങനെ ഔറത്ത് കാണിച്ച് നടക്കുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു വൾഗർ ഡ്രസ്സ് ഒന്നും ഞാൻ ഇടാല്ല. ഞാൻ നോർമൽ ചുരിദാർ, സാരി അങ്ങനെയൊക്കെ ഇടാലോ. മോഡൽ ഡ്രസ്സ് ഒന്നും എനിക്ക് ചേർത്തില്ല. എനിക്ക് ഇഷ്ടം സാരി, ചുരിദാർ ഒക്കെ എടുക്കുന്നതാണ്. ഞാൻ പിന്നെ നോമ്പ് കാലത്ത് നിന്നല്ല, അല്ലാത്ത കാലത്തൊന്നും ഞാൻ ഔറത്ത് വല്ലാണ്ട് മറക്കാറൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വല്ലാണ്ടൊന്നും കാണിച്ച് നടക്കാറില്ലല്ലോ എന്നാ പറയുന്നത്. പക്ഷെ നോമ്പ് കാലത്ത് ഇതൊക്കെ പറഞ്ഞു തരാൻ മാത്രം കഴിവുള്ള ഇസ്ലാം മതവിശ്വാസ പ്രകാരം എന്താണ് ആൺവേഷം കെട്ടി പെണ്ണും പെൺവേഷം കെട്ടി ആണും ഇതിനെ ഒന്നും അടുപ്പിക്കാൻ പാടൂല എന്നാ പഠിപ്പിച്ചെന്നുള്ളത്. പക്ഷെ നല്ലൊരു കാര്യമായിട്ടാ പറയട്ടെ, ഔറത്ത് ഞാൻ ഇനി മറച്ചു നടക്കും, പൊട്ട് കുത്തൂല എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും നല്ല ഒരു ഉപദേശം, ഇതൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കണം. ഇനി കാണാൻ കിടക്കുന്നുള്ളൂ നമ്മുടെ മുരാരി തന്ത്രിയുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു അന്തർധാര സജീവമായ ഒരു കഥ ഈ വീഡിയോന്റെ അകത്തുണ്ട്. ആരും മിസ് ചെയ്യണ്ട. നേരെ അങ്ങോട്ട് കടക്കാം. ജാസി ചേച്ചിക്ക് പറയാനുള്ളത്, സോറി ജാസി ചേട്ടന്, ജാസി ചേട്ടച്ചിക്ക് പറയാനുള്ളതേ, ചേട്ടച്ചി മനസ്സിലായില്ലേ? ചേട്ടനാണ് ചേച്ചിയാണ്, രണ്ടിന്റെ ഇടയിലുള്ളതാണ് ചേട്ടച്ചി. അപ്പോ ചേട്ടച്ചിക്ക് പറയുള്ളതൊന്ന് കേക്കാം. നോമ്പൊക്കെ തുടങ്ങിയില്ല, നിങ്ങൾക്ക് ഒരു പാടാവട്ടെ. അഡ്വാൻസ് ആയിട്ട് എല്ലാവരും നോമ്പ് നോക്കുക, പുണ്യമാസമാണ്. എല്ലാവരും അറാമ്പുറപ്പൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും പറഞ്ഞ പോലെ കുറെ മാസം കുപ്പി പിന്നെ തൊപ്പി എന്ന് പറഞ്ഞ പോലെ ആവരുത്. നിങ്ങൾ എല്ലാവരും നോമ്പ് വെക്കുക. പടച്ചോനെ മുറുകെ പിടിച്ചാൽ രക്ഷയുണ്ട്. പടച്ചോനെ മുറുകെ പിടിച്ചാൽ രക്ഷയുണ്ട്. ഇതൊക്കെ പറയാനും മാത്രം യോഗ്യരായ മറ്റൊരു വ്യക്തി ലോകത്തില്ല. അറാമ്പറപ്പൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ നോമ്പ് വെക്കാനാ പറയുന്നത് കേട്ടാ. അമ്മാതിരി അറാമ്പറപ്പായിട്ടാണ് നടക്കണത്. എന്നിട്ടാണ് പറയണത് അറാമ്പറപ്പ് മാറ്റി വെക്ക. ആദ്യം ആ ഉടുപ്പിന്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ട് പഴയ വേഷം കെട്ടി നടക്ക്. ഈ വേഷം വിശ്വാസപ്രകാരം തെറ്റാണേ. ആണായി ജനിച്ചതല്ലേ, ആണായിട്ട് തന്നെയല്ലേ ചേട്ടച്ചിയെ പോണ്ടേ. കൊള്ളാം. എന്തായാലും കേട്ട് പഠി. എനിക്ക് അയാൾ ദുബായിനെ അറിയാം ഓൾറെഡി. കാരണം ഞങ്ങള് ദുബായിലുള്ള സമയത്ത് എനിക്ക് അയാളെ അറിയാം. എനിക്ക് അയാളെ പരിചയപ്പെടുത്തുന്നത് ഓൾറെഡി ഈ പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അന്ന് ഒരു മൂവിയുടെ കാര്യത്തിന് വേണ്ടിയാണ് അയാൾ എന്നെ ഒരു മൂവിന്റെ ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വിളിച്ചു. വീട്ടിലേക്കാണ് വിളിച്ചത്. ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞ് അയാളെ ഞാൻ ഒറ്റയ്ക്കാ പോവാന്ന്. പക്ഷെ ആശ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ആശ ഞാനും കൂടെ, ആശ ഫ്രണ്ട് ഉണ്ടായിരുന്നു. മൂന്നാളും കൂടെ പോയത്. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു ഇനി ഒരു വട്ടം കൂടി വരണം, ഡയലോഗ് തന്നു, ഡയലോഗ് പഠിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മുരാരി തന്ത്രി സിനിമ എടുക്കാൻ പോവുകയാണ്, സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാ, ഒന്ന് വായോ എന്ന് പറഞ്ഞപ്പോ ചെന്നത്ര. പിന്നെ പേടിയില്ലാത്തോണ്ട് കൂടെ നമ്മളെ കുണ്ടേശേട്ടനും കൂട്ടിക്കൊണ്ടുപോയി എന്നാ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടി കാരണേ. എന്താലേ, എന്നാലും എന്റെ മുരാരി തന്ത്രിയെ നല്ല ആളെടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ചെന്നിരുന്നൊക്കെ ഇപ്പൊ കാണായിരുന്നു. ഒടിഞ്ഞു പോയേനെ. എന്താ സാധനം മനസ്സിലായിണ്ടാവില്ലേ? നിങ്ങളെ നാക്ക് ഇതിന്റെ അടുത്തൊന്നും വർത്താനം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലടോ. മുരാരി തന്ത്രി ഉണ്ടല്ലോ, തന്ത്രി എന്നെ ഇയാളെ ഫസ്റ്റ് കാണാൻ ദുബായ് വെച്ചിട്ടാണ്. ഇയാളെ പരിചയപ്പെടുത്തി തരുന്നത് നന്ദിനി റെഡ്ഡി എന്നുള്ള ഈ പെൺകുട്ടിയാണ്. നന്ദിനി റെഡ്ഡിയാണ് പരിചയപ്പെടുത്തിയെന്ന്. പക്ഷെ നന്ദിനി റെഡ്ഡി അതല്ലല്ലോ പറയണത്. നന്ദിനി റെഡ്ഡി പറഞ്ഞ ഇതാണല്ലോ. അല്ലടാ ജാസി, ഞാന് വേണ്ടെന്ന് വിട്ടാക്കുന്നത് എനിക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പാടിയ പാട്ടിനെ ഇങ്ങനെ കണ്ടിന്യൂ പാടിക്കൊണ്ടിരിക്കുക, അതിൽ വലിയ മജയില്ല. ഓക്കെ, പിന്നെ നീ പറഞ്ഞത് നിന്റെ മറ്റേ സാമിനെ നിനക്ക് ഞാനാ പരിചയപ്പെടുത്തിയേ. അവരേതോ മൂവി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് റോള് തരുമെന്ന് വെച്ച് നീ പൊക്കി പിടിച്ചോണ്ട് പോയതല്ലേ. പിന്നെ അവർക്ക് ഹീറോയിനായിട്ട് വേണ്ടത് പെണ്ണിനെ ആയിരുന്നു, കുണ്ടനെയല്ല. അതുകൊണ്ട് അവനെ പറഞ്ഞു വിട്ടെ. അതിന്റെ ദേഷ്യമാണ് അവൻ തീർക്കുന്നത്. അത് ശരി, ആ ചെങ്ങായിനെ പറ്റിച്ചിരുന്ന് അയാള് പെണ്ണാച്ചിട്ട് അത്ര വിളിച്ചു. അവിടെ ചെന്നപ്പോൾ അത്ര ജാസി അല്ല, ജാസനാണെന്ന് മനസ്സിലായത്. പിന്നെ ജാസനെ വെച്ചിട്ട് ഒരു പരിപാടി വേണ്ടാച്ചിട്ട് തിരിച്ചു കിട്ടുന്നാ പറയണത്. അതെന്തായാലും കൊള്ളാൻ കേട്ടോ. അപ്പൊ സ്വന്തമായിട്ട് അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതാ. അത് നന്ദിനി റെഡ്ഡിയുടെ തലയിലേക്ക് കയറ്റി വെച്ചിരിക്കുകയല്ലേ. കൊള്ളാം ചേട്ടച്ചി, കൊള്ളാം. അപ്പോ എന്താണ് അന്ന് ഫ്രണ്ട് ആയിരുന്നു നന്ദിനിന്റെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ആശും ഒരു വേറെ ഫ്രണ്ട് കൂടി ഇയാളെ ഫ്ലാറ്റിൽ പോയി. ഇയാളെ സിനിമ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. രണ്ടാമത്തെ ഇയാളെ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ജാസി എന്താണ് കൂടുതൽ ആരാ പാർട്ട്ണർ, ആശി പാർട്ട്ണർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ജാസി ഒറ്റയ്ക്ക് വന്നാൽ മതി, നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ, നമ്മള് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്ന്. പക്ഷെ എനിക്ക് എന്തോ നെഗറ്റീവായിട്ട് അടിച്ചതുകൊണ്ട് പിന്നെ ഞാന് രണ്ടാമത് പോയില്ല. നെഗറ്റീവായിട്ട് അത് അടിച്ചോണ്ട് ആള് പിന്നീട് പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുരാരി തന്ത്രി കുണ്ടേശേട്ടനായിരുന്നു എന്നാണ് ഇപ്പൊ ചാച്ചി പറഞ്ഞു വരുന്നത് കേട്ടോ.
എന്തായാലും കൊള്ളാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയ ചാൻസിൽ ഒന്ന് വൈറലാവാൻ നോക്കുകയാണ്. ഫുള്ള് വൈറലാവാനും എയറിലാവാനാണ് നടക്കുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സാധനങ്ങളിലുണ്ട്. ഈ ആഷിയുടെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്നറിയോ? കൂടെ ഞാൻ ഉള്ളതുകൊണ്ടാ. അതേടാ, ഞാൻ ആഷിയുടെ പെണ്ണ. ആഷി പറഞ്ഞല്ലോ രണ്ടാളും ഗുണ്ടേഷേട്ടന്മാര്. രണ്ടാള് ആണും പെണ്ണാണെന്ന് മാറ്റി മാറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ രണ്ടാളും ഗുണ്ടേഷേട്ടന്മാരാണെന്നുള്ളത്. പിന്നെ എന്തിനാണ് അതിന്റെ ഇടയിൽ കയറിയിട്ട് പെണ്ണ ആണ എന്നൊക്കെ പറയുന്നേ? ഒക്കെ കണക്കാ. ജനങ്ങൾക്ക് അറിയാം രണ്ടും കോൽക്കളിക്ക് ബിരുദാനന്തര ബിരുദമെടുത്ത ആളുകളാണെന്നുള്ളത്. ജാസിയുടെ പെണ്ണോ അല്ല ചേട്ടായിയ കൊള്ളാം. ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഇങ്ങനെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഉള്ള കാര്യം തന്നെയാണ്, അത് ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് വേറെ അങ്ങനെയൊന്നും മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഓൾറെഡി ഞാൻ ആഷിയുടെ കൂടെ ഞങ്ങൾ ഒറ്റ വർഷങ്ങളായിട്ട് പാർട്ണറായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അത് ആഷിയുടെ കൂടെ ഉള്ളതുകൊണ്ട് എന്നോട് അങ്ങനെ മോശം അങ്ങനത്തെ രീതിയിലൊരു ആൾക്കാർ സംസാരിച്ചിട്ടില്ല ഇതുവരെ. ആ ചെക്കന്റെ താടിയൊക്കെ കണ്ട് പേടിച്ചിട്ടാവും ആൾക്കാര്. എന്താണ് സിനിമയിൽ വിളിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു എന്ന് പറയുന്ന സാധനം ഉള്ളതാണ്. മുരാരി തന്ത്രി പറഞ്ഞ കാര്യം നോണയാണല്ലേ. അപ്പൊ ഇവരിങ്ങനെ വൈറലാവാൻ വേണ്ടിട്ടേ വെറുതെ ഊളത്തര ഇടക്കടക്ക് വിളിച്ചു പറയും. ജനങ്ങളെങ്ങനെ ഇതാക്കാ അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാ. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമില്ല. ജാസിന്ന് കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് മടുത്ത്, രേണുസുതിന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് മടുത്ത്. ഇതൊക്കെ മടുക്കും പതുക്കെ ഒഴിവാക്കും എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നയൻസിന് ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വാങ്ങിക്കൊടുത്തൊരു വ്യക്തിയാണ് കേട്ടോ. റീൽസിലൂടെ എങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും തെറി വാങ്ങാം, നാക്കിൽ നിന്നും തെറി വാങ്ങാം എന്നൊക്കെ പഠിച്ച് ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ കേട്ട് 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 ഒരു വിധായിരിക്കുകയാണ്. റമദാൻ മാസമൊക്കെ ആയില്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു ഉപദേശം കൂടി തരാം. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ദ ബ്യൂട്ടിഫുൾ തിയറി ഓഫ് ഇസ്ലാം. നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടാത്തതാണെന്നും നിനക്ക് സൃഷ്ടിക്കപ്പെട്ടതൊന്നും നിനക്ക് നഷ്ടമാവുകയില്ല എന്നുള്ളതും, നിനക്ക് സൃഷ്ടിക്കപ്പെട്ടത് അതിന് ഏഴാൻ ആകാശത്താണെങ്കിലും എവിടെയാണെങ്കിലും നിനക്ക് അത് എത്തുമെന്നുള്ളതും, നിനക്ക് സൃഷ്ടിക്കപ്പെടാത്തത് നിന്റെ രണ്ട് ചുണ്ടിന്റെ ഇടയിലാണെങ്കിൽ പോലും നിനക്കത് എത്തുകയില്ല എന്നുള്ളതും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ കൊള്ളാം. നല്ല അടിപൊളി സാധനമായിട്ടുണ്ട്. അതേപോലെ അതിന്റെ കൂട്ടത്തിലൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അതായത് പെൺവേഷം കെട്ടി കിടക്കുന്ന ആണിനും ആൺവേഷം കെട്ടി കിടക്കുന്ന പെണ്ണിനും ഇസ്ലാം മതത്തിൽ ഒരു സ്ഥാനമില്ല. അതാദ്യം മനസ്സിലാക്കണം കേട്ടാ. ജന്മന രണ്ട് ലിംഗത്തോടു കൂടി ജനിക്കുന്ന ആളുകൾക്ക് ഒരു പരിഗണന ഉണ്ട്. അത് ഞാൻ വായിച്ചു. അതായത് അവർക്ക് സ്വത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് പരിഗണന ഉണ്ടാവും. പക്ഷെ ആണായി ജനിച്ച് പെണ്ണായി നടന്നാൽ അതിന് കിട്ടില്ല. പിന്നെന്താണ്, ചുണ്ടിന്റെ ഇടയിൽ വെച്ച സാധനമാണെന്നുണ്ടെങ്കിൽ പോകുന്നത്. അതെന്താ ഹാൻഡ്സാ? ചുണ്ടിന്റെ ഇടയിൽ വെച്ച സാധനമാണെങ്കിലും പോവാ. എന്തായാലും കൊള്ളാം ചേച്ചിയല്ലേ, സോറി ചേട്ടച്ചി. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടാ. ഇനി അധികം വൈകാതെ നോമ്പുകാല ഊക്കലുകളായിരിക്കും ഇനി ജാസിയെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്ത് ഊക്കാണ് നിങ്ങൾ ആഗ്രഹിച്ച ഊക്കി വിട്. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ദീപ് സൈനിങ് ഓഫ്.